നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഞാൻ മധുസൂദന വാര്യർ. ഇന്ന് പ്രഭാതകേളിയിൽ പ്രത്യേകിച്ചൊരു ശ്ലോകമൊന്നും പ്രത്യേകിച്ച് കിട്ടാത്തതുകൊണ്ട് ശ്ലോകം ചൊല്ലിയില്ല. ഒരു വിഷയത്തെക്കുറിച്ച് പറയാം എന്ന് കരുതി. ശ്ലോകമൊക്കെ ഉണ്ടാവും, പക്ഷെ പെട്ടെന്ന് നമുക്ക് കിട്ടിയില്ല എന്നേ ഉള്ളൂ. അതായത് നമ്മൾ പലപ്പോഴും പ്രയോഗിക്കുന്ന ഒരു പദമാണ് ഈ അഹിംസ. അഹിംസ, സത്യം, അസ്തേയം, കാമക്രോധം മുതലായിട്ടുള്ളതൊക്കെ കുറേ ഗുണങ്ങളായിട്ട് ദേവസമ്പത്തായിട്ടും ഭഗവാൻ 17-ാം അധ്യായം തോന്നുന്നു ദേവാസുര സമ്പത്ത് വിഭാഗ യോഗത്തിലൊക്കെ പറയണമല്ലോ ഈ അഹിംസ. സത്യത്തിൽ എന്താണ് ഈ അഹിംസ എന്ന് ചില സമയത്തൊക്കെ വിവാദമാവാറുണ്ട് പലതും. എന്താണ് അഹിംസ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓരോന്നിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു മനസ്സിലാക്കൽ ഇല്ലെങ്കിൽ പല പദങ്ങളും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. കർമ്മഫലത്തിനെ പറ്റി തലേ ദിവസം പറഞ്ഞ പോലെ പ്രതിഫലം ഇല്ലാണ്ട് പണിയെടുക്കുകയല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ അഹിംസ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സത്യം, ഇതിനൊക്കെയും ഒരു പ്രത്യേക രീതിയിൽ നമ്മളതിനെ എടുക്കേണ്ടതുണ്ട്. അഹിംസ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഈ ലോകത്തിൽ ആരെയും പോറൽ പോലും ഏൽപ്പിക്കരുത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ ഇത് അങ്ങനെയല്ല. തൻ്റെ ഗുരുനാഥന്മാർ, മേപ്പെട്ടുള്ളവരെ, ബഹുമാനിക്കപ്പെടേണ്ടവർ എല്ലാവരെയും മുന്നിൽ കണ്ടിട്ട് അർജുനൻ തളർന്നു വീണപ്പോൾ ഭഗവാൻ പറഞ്ഞത്, അർജുന, ഇപ്പോൾ നീ ചെയ്തത് തെറ്റാണ്. അവരാരോ ആയിക്കോട്ടെ, ഇപ്പോൾ യുദ്ധക്കളത്തിൽ അവർ ശത്രുക്കളാണ്, നിന്നാൽ വധ്യരാണ് അവർ, നീ വധിച്ചേ പറ്റൂ. ഞാനാണ് പറയുന്നത്. ആര്? ഭഗവാൻ. ഭഗവാൻ പറയുന്നതിൽ അപ്പുറം ഒരു ധർമ്മം ഉണ്ടോ ഈ ലോകത്തിൽ? അതുകൊണ്ട് യുദ്ധക്കളത്തിൽ നമ്മൾ ചെന്ന് പെടുമ്പോൾ, എത്തിയാൽ അവിടെ ശത്രുക്കളെ വധിക്കുന്നത് ഹിംസയായിട്ട് കണക്കാക്കില്ല. ഹിംസയുടെ പാപം അവരില്ല. മിത്രങ്ങളോ ഗുരുജനങ്ങളോ ഒന്നും അവിടെ നോട്ടമില്ല. ഇപ്പം അവരാരാണ്? ശത്രുപക്ഷത്താണ്. ശത്രുവിനെ കൊല്ലുക, ശത്രുവിനുമായിട്ട് ഏറ്റുമുട്ടി നമ്മൾ മരിക്കേണ്ടി വന്നാലടക്കം കരയരുത് എന്നാണ്. യുദ്ധത്തിൽ മരിച്ചിട്ടുള്ള ഒരു ഭടൻ്റെ അനന്തരാവകാശികൾ കരയാൻ പാടില്ല. കാരണം ഇത്രയും വലിയൊരു ഭാഗ്യം വേറെയില്ല എന്നാണ്. ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കുക എന്നതല്ലേ നമ്മുടെ സുരക്ഷിതത്വം. ഭഗവാനെ വിശ്വസിച്ചവർക്കൊരു പോറൽ പോലും ഏൽക്കാണ്ട് ഭഗവാൻ നോക്കുന്നൊക്കെ പറയുന്നു. ഇവിടെ യുദ്ധക്കളത്തിൽ വെടിയേറ്റ് മരിച്ചതിനെ നന്നായിട്ടും ചിത്രീകരിക്കണം. അപ്പോൾ അവിടെ ഹിംസ അല്ലെങ്കിൽ അവിടെ പോറൽ, അവിടെ വേദന, മുറിവ് എന്നല്ല. യുദ്ധത്തിൽ മുറിവേറ്റ് മരിച്ചാൽ സ്വർഗത്തിന് അർഹതയുണ്ട്. ഇത്തരത്തിലുള്ള മരണം ഈ ലോകത്തിൽ അപൂർവമാണ്. സ്വയവും ഹിംസ ആയില്ല, അവിടെ സ്വയം ഹിംസിക്കപ്പെട്ടില്ല. വെടിവെച്ച് ഒരു ശത്രുവിനെ കൊന്നാൽ അതും അവാർഡിനും സമ്മാനത്തിനും ആദരവിനും മറ്റും യോഗ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില ഹിംസകൾ അഹിംസയ്ക്ക് തുല്യമാണ്. അസുരയുദ്ധത്തിൽ അസുരന്മാരെ കൊന്നു, മഹിഷാസുരനെ കൊന്നു, മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ള ദേവി ഇല്ലേ. അതുപോലെ വൃത്രാസുരനെ കൊന്നു. ദേവാസുര യുദ്ധത്തിൽ പല അസുരന്മാരെയും ഭഗവാൻ വധിച്ചു. വൃത്രാസുരൻ പിന്നെ ഭക്തനാണെന്നെങ്കിലും വയ്ക്കാം. അനവധി അസുരന്മാരെ വധിച്ചിട്ടുണ്ട്. രാവണനെ വധിച്ചു രാമൻ. ഈ വധങ്ങളൊന്നും ഹിംസ എന്ന വിഭാഗത്തിൽ പെടുത്താൻ പറ്റില്ല. കാരണം എന്താണ്? വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട്. അനവധി ഹിംസകളെ ഈ വധം കൊണ്ട് ഒഴിവാക്കാം. ഇവർ ജീവിച്ചിരുന്നുവെങ്കിൽ അനവധി സ്ത്രീകളെ ദ്രോഹിക്കുമായിരുന്നു രാവണനൊക്കെ. ആ വിഷയത്തിൽ വളരെ മോശമായ ഒരു സംസ്കാരമാണ് രാവണനുണ്ടായിരുന്നത്. അരക്ക രാവണനെ ന്യായീകരിക്കാൻ പറ്റാത്ത ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് രാമൻ വധിച്ചത്. മഹിഷാസുരൻ
ഇന്ദ്രനെ അടക്കം മാട്ടിപ്പയച്ചു. ഒരുപടി ദ്രോഹങ്ങൾ ഈ ലോകത്തിന് ചെയ്തു. ഹിരണ്യകശിപു ബ്രാഹ്മണർക്ക് ദ്രോഹം ചെയ്തു, വേദം പഠിപ്പിക്കേണ്ടെന്ന് വെച്ചു, ക്ഷേത്രങ്ങൾ തച്ചു പൊട്ടിച്ചു, മന്ദിരങ്ങൾ തകർത്തു. അപ്പം അവനെ ജീവിക്കാൻ വിട്ടാൽ ഈ ലോകം സദാ ഹിംസാപൂരിതമാവും. ആ ഹിംസകളെയൊക്കെ ഭഗവാൻ തടയല്ലേ ഹിരണ്യകശിപുവിനെ വധിക്കൊണ്ട് ചെയ്തത്. അപ്പോൾ ഏതാണ് ഹിംസ, ഏതാണ് അഹിംസ? വളരെയേറെ ദ്രോഹം ഈ ലോകത്തിൽ ചെയ്യുന്ന ഒരാളെ വധിച്ചാൽ തീർച്ചയായിട്ടും അത് അഹിംസയ്ക്ക് തുല്യമാണ്. കാരണം ഇവൻ ഒരുപാട് ഹിംസകൾ ചെയ്യുന്ന ആളാണ്. ആ ഹിംസകളെ മേലിൽ എങ്കിലും ഉണ്ടാവാതെ തടയുകയാണ് ഈ ഒരു വധം കൊണ്ട് ചെയ്യണത്. അതുകൊണ്ടത് അനവധി അധർമ്മത്തെ ഇല്ലാണ്ടാക്കുന്ന ഒരു വധമോ ഹിംസയോ അഹിംസയല്ല എന്ന് നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിൽ ഒരു അനവധി വിഷമങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന, അത് പാമ്പ്, തേള് മുതലായിട്ടുള്ള ജീവികളെ നമ്മൾ ഒരിക്കലും ദയ കാണിക്കാറില്ല. എട്ടുകാലി, കാരണം അവ നമുക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ കുട്ടിക്ക് എട്ടുകാലി ബാധിച്ചിട്ട് കഷ്ടപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും വലിയൊരു ഹിംസയല്ലേ. മാത്രമല്ല ആ വീട്ടിൽ കഴിയുന്ന പലർക്കും ഈ ഹിംസ ഉണ്ടാവാം. അപ്പം അങ്ങനത്തെ ഹിംസയെ തടയാനാണ് ഒരു എട്ടുകാലിയെ നമ്മൾ കൊല്ലുന്നത്. അല്ലെങ്കിൽ ഒരു പാമ്പ് പല പ്രാവശ്യം കാണപ്പെട്ട അതിൻ്റെ അർത്ഥം അതിനവിടെ ഒരു വാസസ്ഥാനമുണ്ട് എന്നാണ്. എന്തോ കണ്ടിട്ടാണ് അതവിടെ ഇരിക്കുന്നത്, എന്തെങ്കിലും ഇര കിട്ടുമെന്ന് വിചാരിച്ചിട്ടാവാം. അത് നമുക്ക് ഭീഷണിയാണ്. അപ്പോൾ മനുഷ്യജീവന് വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള അഹിംസ കൊണ്ട് കാര്യമില്ല. അവിടെ ആ ഹിംസയാണ് അഹിംസ. ഹിംസ ഈസ് ഈക്വൽ ടു അഹിംസ. അങ്ങനെ വന്യജീവികളിൽ നിന്നുള്ള ഉപദ്രവം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കാട്ടാന ചവിട്ടി കൊന്നു, പുലി കൊന്നു, നിരുപദ്രവികളായിരിക്കുന്ന ആട്, മാട് ഇതിനെയൊക്കെ ഉപദ്രവിക്കുക, മനുഷ്യനെ നിർദ്ദയം കൊല്ലുക. ഇതൊക്കെ ചെയ്യുന്ന വന്യജീവികളെ കൊന്നാൽ അതെങ്ങനെ ഹിംസയാവും? രാമായണത്തിലോ ഇവിടെ ഒരിക്കലും പറയുന്നതിനുണ്ട്, ഒരു രാജാവിന് 5 തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്ന് പ്രജകളെ രക്ഷിക്കണം. 5 ഏതൊക്കെയെന്ന് പെട്ടെന്ന് ഇപ്പോൾ കിട്ടുമോയെന്നറിയില്ല. 1 വന്യജീവികളിൽ നിന്നുള്ള രക്ഷയാണ്, കള്ളന്മാരിൽ നിന്നുള്ള രക്ഷയാണ് വേറൊന്ന്, ക്ഷാമം, ദാരിദ്ര്യം മുതലായിട്ടുള്ള രക്ഷയാണ് വേറൊന്ന്. അങ്ങനെ 5 കാര്യങ്ങൾ പറയും. ആ വിഷമങ്ങളിൽ നിന്ന് പ്രജകളെ രക്ഷിക്കാനുള്ള ബാധ്യത രാജാവിനുണ്ട്. അപ്പം അത്തരം ജീവികളെ നിർദ്ദയം കൊല്ലുക തന്നെ വേണം. പണ്ട് രാമൻ നായാട്ടിന് പോയി കാട്ടിൽ നിന്ന് പുലി, ഹിംബം മുതലായ പല ജീവികളെ കൊടുന്ന് ദശരഥന് കാഴ്ച വെച്ചു എന്ന് പറയുന്നു. ധർമ്മമാണ്, സംശയിക്കാനൊന്നുമില്ല. കാരണം അവയൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വന്നാൽ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാവും. അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കാപ്പട്ടമായിട്ടുള്ള ജീവി സ്നേഹം, വന്യജീവി സ്നേഹം, മൃഗസ്നേഹം, പ്രകൃതി സ്നേഹം കൊണ്ട് ഇവർ അതൊക്കെ തെറ്റാണെന്ന് പറയണു. ആനയെ കൊല്ലരുത്, വേറൊന്നിനെ, കാട്ടാനയെ കൊല്ലല്ലാണ്ട് പിന്നെ എന്താ ചെയ്യുക? പുലി ഇറങ്ങി വന്നാൽ നോക്കി നിന്ന് തലോടാൻ പറ്റുമോ? എന്ത് ചന്ത കാണാൻ. നമ്മുടെ നാട്ടിൽ പുലി ഇറങ്ങിയാൽ കാണാം അല്ലേ അപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അവിടെ പ്രഹ്ലാദനും കൂടി തൻ്റെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സാധുരഭി വൃശ്ചിക സർപ്പഹത്യ തത് യച്ഛമന്യുരസുരച്ച കഥത്തയാത്യ മോദേത സാധുരഭി വൃശ്ചിക സർപ്പഹത്യ. വൃശ്ചികം, തേള്, സർപ്പം, പാമ്പ് ഇതിനെ കൊന്നാൽ സജ്ജനങ്ങൾ പോലും, സാധുരഭി സന്തോഷിക്കുന്നു. സജ്ജനങ്ങളടക്കം സന്തോഷിക്കുകയാണ്. സജ്ജനങ്ങൾ ശരിയല്ലാത്ത ഹിംസയിൽ സന്തോഷിക്കുമോ? കാരണം ഇവ ജീവിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപദ്രവമല്ലാണ്ട് മറ്റൊന്നുമില്ല. അപ്പം അതിനെ ഇല്ലായ്മ ചെയ്യുന്നത് മനുഷ്യസ്നേഹത്തിൻ്റെ ലക്ഷണമാണ്, മനുഷ്യൻ്റെ സുരക്ഷിതത്വത്തിനോടുള്ള ഒരു സൂചകമാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഹിംസ എന്ന് പറയുന്നത് ഒരു ജീവികളെ ഒരു സാഹചര്യത്തിലും പോറലേൽപ്പിക്കുക ഇല്ല എന്നല്ല. അനാവശ്യമായി ഒരു ജീവിയെ ഉപദ്രവിക്കുക, അതവിടെ ജീവിച്ചാൽ നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്താൽ അത് തീർച്ചയായിട്ടും ഹിംസയാണ്. പിന്നെ വാക്കുകൊണ്ട് പോലും നമ്മുടെ സഹജീവികളെ ദ്രോഹിച്ചാൽ അത് ഹിംസയാണ്. ഇപ്പോൾ നമ്മുടെ തെരുവുകളിൽ മുഴുവൻ തെരുവ് നായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. ഈ തെരുവ് നായകൾ ജീവിച്ചിട്ട് എന്താണ് കാര്യം? പശുവാണെങ്കിൽ പാലെങ്കിലും കിട്ടും. ഒരു
ഉപകാരവുമില്ലാത്ത ഈ ജീവികളെ കപടജീവി സ്നേഹം കാരണം വധ്യംകരണം ചെയ്യാൻ പാടുള്ളൂ, കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തൊരർത്ഥമാണുള്ളത്? വളർത്തു നായക്കളെ നമുക്ക് സ്നേഹിക്കാം, നല്ല സ്നേഹവുമാണ് അവയ്ക്ക്. നായയുടെ സ്നേഹത്തിന് തുല്യം വേറൊന്നുമില്ല, സത്യം തന്നെയാണ്. പക്ഷെ അതൊക്കെ വളർത്തു നായകളുടെ കാര്യത്തിൽ. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായകൾ സദാ അപകടകാരികളാണ്. ദയനീയമായിട്ടൊരു മനുഷ്യനോട് മരിക്കുകയാണ് പേ പിടിച്ചാൽ. ആ ഒരു മരണമൊന്നും ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ കരിമാടിക്കുട്ടൻ എന്ന സിനിമ കണ്ടാൽ മനസ്സിലാവും. രാജൻ പി ദേവിൻ്റെ റോള് കണ്ടാൽ നമുക്ക് ഒരു അലഞ്ഞു തിരിഞ്ഞ നായയും പിന്നെ വച്ചേക്കാൻ ബാക്കി വയ്ക്കാൻ തോന്നില്ല. അപ്പം ഇത്രയധികം മനുഷ്യന് ഭീഷണി ഉണ്ടാക്കി തീർക്കുന്ന, ഭീഷണിയായി തീരുന്ന ജീവികളെയും നമ്മുടെ ശത്രുക്കളായിട്ടും ശത്രു രാജ്യത്തുള്ളവരെ യുദ്ധത്തിൽ കൊല്ലുന്നതും അപകടകാരികളായ ജീവികൾ, പാമ്പ്, തേള് മുതലായിട്ടവരും തെരുവ് നായക്കൾ, വന്യജീവികൾ, ഇവയൊക്കെ ഇല്ലെങ്കിൽ മാത്രമേ മനുഷ്യന് നിർബാധം സഞ്ചരിക്കാനും അല്ലേ, അവന് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ പണിയെടുത്ത് ജീവിക്കണം, എന്തെങ്കിലും കിട്ടണം. ഇതിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ തെറ്റിച്ചാൽ അത് എന്താ ഹിംസയാണ് ആ ജീവികളെ നമ്മൾ കൊല്ലരുത് എന്ന് പറയുന്നതിന്. അതാണ് കപട ജീവി സ്നേഹം. നമ്മുടെ സഹജീവികളോടല്ലേ ആദ്യം സ്നേഹം വേണ്ടത്? മനുഷ്യനെ സ്നേഹിക്കാതെ ഈ കപട സ്നേഹം കൊണ്ട് എന്ത് കാര്യം? അവരാരും തെരുവ് നായക്കൾ അവധ്യരാണെന്ന് പറയില്ല, വധ്യർ തന്നെയാണ് അവർ. അല്ലെങ്കിൽ വളർത്തട്ടെ വല്ലവരും, എന്നാൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഹിംസ എന്നിവിടെ പറഞ്ഞത് മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവികളെ കൊല്ലരുത് എന്നതിൽ വിവക്ഷയില്ല, ശത്രുക്കളെ കൊല്ലരുത് എന്നവിടെ വിവക്ഷയില്ല. സദാ ഉപദ്രവകാരികളായി തീരുന്നവരെ വധിക്കുക വേണം. അത് മനുഷ്യൻ്റെ ഹിംസ ഒഴിവാക്കാനാണ്, അസ്ഥാനത്തുള്ള ഹിംസ ഒഴിവാക്കാനാണ് ഈ ഹിംസ ചെയ്യുന്നത്. അതുകൊണ്ടത് അഹിംസയ്ക്ക് തുല്യമാണ്. അതുകൊണ്ട് എല്ലാ സംഗതികളും വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ സന്ദർഭത്തിന് അനുസരിച്ച് നോക്കിയിട്ട് എടുക്കണം. അങ്ങനത്തെ അർത്ഥമെടുക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അതിൽ ഗ്രന്ഥകർത്താവോ ഭഗവാനോ ഉദ്ദേശിച്ച അർത്ഥത്തിലേക്ക് എത്തുന്നുള്ളൂ. ഗീതയിലിപ്പോൾ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയുന്നുണ്ട്. ധർമ്മമൊക്കെ വിട്ടോളൂ, തോന്നിയത് പോലെ നടന്നോളൂ, എന്നിട്ട് എൻ്റെ നാമം ചോദിച്ചോളൂ എന്നെടുത്താൽ എന്താവും കഥ? സർവധർമാൻ പരിത്യജ്യ, ധർമ്മമൊക്കെ വിട്ടോളൂ, ധർമ്മേ നോക്കണ്ട, തോന്നിയത് കാട്ടി ജീവിക്കുക, മദ്യപാനോ പരസ്ത്രീഗമനോ ഒക്കെ ചെയ്തോളൂ, എന്നിട്ട് എന്നെ ആശ്രയിച്ചോളൂ എന്നാണോ അതിൻ്റെ അർത്ഥം? ഒരിക്കലുമല്ല. സർവധർമാൻ പരിത്യജ്യ എന്ന് പറഞ്ഞാൽ ധർമാധർമ്മ ചിന്തകളെ വല്ലാതെ സൂക്ഷ്മത്തിൽ ചിന്തിച്ചിട്ട് തലമുണ്ണാക്കണ്ട എന്നർത്ഥമേ ഉള്ളൂ. ഭഗവാൻ നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ നമുക്ക് ധർമ്മമേ ചെയ്യാൻ പറ്റൂ. നല്ലൊരു മനസ്സ് ഉണ്ടാക്കിയിട്ട് ജീവിക്കുക. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി തെറ്റിലേക്ക് വീഴാണ്ട് ഭഗവാൻ നോക്കിക്കോളും എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ ധർമ്മമൊക്കെ വിട്ട് നടന്നോളൂ എന്നെയും വിചാരിച്ചോളൂ, അർത്ഥമെടുത്താൽ എന്താവും കഥ? ധർമ്മം വിട്ട് നടക്കാനല്ല അവിടെ പറഞ്ഞ, ധർമാധർമ്മ ചിന്ത വല്ലാതെ മനസ്സിലേക്ക് കയറ്റണ്ട, ഒക്കെ ഭഗവാൻ നേരെ ആക്കിക്കോളും. എന്നല്ലാതെ തോന്നിയത് കാട്ടി ജീവിക്കാനല്ല സർവധർമാൻ പരിത്യജ്യ നമുക്ക് ലൈസൻസ് തരുന്നത്. അതുകൊണ്ടാണ് അഹിംസ. ഒരു സാഹചര്യത്തിലും ആരെയും ഞാൻ നോവിക്കില്ല എന്നല്ല, കൊല്ലേണ്ടതിനെ കൊല്ലന്നെ വേണം, എന്നാലേ മനുഷ്യൻ്റെ ജീവിതത്തിന് സുരക്ഷിതത്വമുള്ളൂ. പക്ഷെ അത് ഏതാണ് എങ്ങനെയാണ് എന്ന് നോക്കി തിട്ടപ്പെടുത്തേണ്ടിടത്താണ് നമ്മുടെ കഴിവ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.